ഈ തവണ ഞാൻ കേക്ക് മുറിച്ചിട്ട് മരിക്കും. എല്ലായിടത്തുനിന്നും ഈ വർഷത്തെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് ഇപ്പോൾ ഐസ്ക്രീം കേക്കാണെന്ന് മുറിക്കാൻ പോകണം. ബൈ. ഹായ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഈ തവണത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. കുറേ വിഷസ്, കുറേ ഗിഫ്റ്റ്, കുറേ കേക്ക് കട്ടിങ്. ഓൾമോസ്റ്റ് ഒരു 20 days ബിഫോർ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചില ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു വാച്ച് അയച്ച ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുരിദാർ സെറ്റ്, ചോക്ലേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ആക്ച്വലി ഞാൻ അന്ന് വാച്ച് കിട്ടിയപ്പോൾ എനിക്ക് വാച്ച് കളക്ഷൻ ഉണ്ട്, വാച്ച് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി 4 വാച്ചാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു വാച്ചാണ്, അല്ല അതും ഓരോ ഡിഫറെൻറ്റ്. ഇത് രണ്ടാമത്തെ വാച്ച്, പിന്നെ ഇത് മൂന്നാമത്തെ വാച്ച്, അതുപോലെ തന്നെ ഒരു 4ാമത്തെ വാച്ച്. പിന്നെ ഒരു വാച്ച് ഓൾറെഡി ഒരു വൈറ്റ് വാച്ച് ഫ്രണ്ട് ആദ്യം അയച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് എനിക്ക് 2 വാച്ച് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ ബർത്ത്ഡേ വീഡിയോയിൽ അന്ന് വീട്ടിൽ വെച്ച് കേക്ക് കട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബർത്ത്ഡേ കുറേ വാച്ച് തന്നെ ഗിഫ്റ്റ് കിട്ടി. പിന്നെ കുറേ കേക്ക് കട്ടിങ്, വിഷസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അഹമ്മദാബാദിൽ എനിക്കൊരു ഫാമിലീനെ കിട്ടി. ഞങ്ങളതിനെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബർത്ത്ഡേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഫുൾ ഡേ ഹോസ്പിറ്റലാണെങ്കിലും കൊലീഗ്സ് ആണെങ്കിലും വേറെ ഡിപ്പാർട്ട്മെൻറ്റ് കൊലീഗ്സ് ആണെങ്കിലും എല്ലാതും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ്, വീട്ടിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഇത്ര നല്ലൊരു ബർത്ത്ഡേക്ക്. Toma. Birthday to you. Happy birthday to you. Happy birthday to Sabat. Happy birthday to you. Good.